ഇടുക്കിയിൽ മണിയാറൻകുടിയിൽ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടെ നവജാത ശിശു മരിച്ചു. പെന്തക്കോസ് പാസ്റ്ററായ ജോൺസണിന്റെയും ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത്. മതവിശ്വാസ പ്രകാരം ആശുപത്രിയിൽ പ്രസവത്തിന് എത്തിയിരുന്നില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആൽവിൻ തോമസ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആൽവിൻ, എപ്പോഴായിരുന്നു പ്രസവം? നമ്മൾ ഇന്ന് തന്നെ വാർത്ത ചെയ്തതേ ഉള്ളൂ. ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനവും ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുമൊക്കെയുള്ള സംസ്ഥാനമായി കേരളം ലോകമെമ്പാടും പേരെടുത്തു എന്നുള്ളത് നമ്മൾ ഇന്നുകൂടി വാർത്ത ചെയ്തതേ ഉള്ളൂ. അതിന് തൊട്ടു പിന്നാലെ ഇടുക്കിയിൽ നിന്ന് ഇത്തരമൊരു വാർത്ത വരികയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ചില വിചിത്രമായ മതാചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വീട്ടിൽ വെച്ചാണ് പ്രസവം എടുക്കാനായിട്ട് ഒരു ദമ്പതികൾ ശ്രമിച്ചത്. പാസ്റ്ററായി പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെടുന്ന പാസ്റ്ററായി ജോലി ചെയ്യുന്ന ജോൺസന്റെയും ബിജിയുടെയും കുഞ്ഞാണ്, നവജാത ശിശുവാണ് മരിച്ചത്. മതവിശ്വാസ പ്രകാരം ഒരു ആശുപത്രിയിൽ പ്രസവത്തിനായി എത്തിച്ചില്ല എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ആരോഗ്യവകുപ്പും പിന്നീട് പോലീസും ഇടപെട്ട ഈ അമ്മയെ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഈ അസ്വാഭാവിക മരണത്തിന് പോലീസ് ഇപ്പോൾ ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുമുണ്ട്. ഇടുക്കി മണിയാറൻകുടിയിലാണ് ഈ സംഭവമുള്ളത്. ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവരാണ് പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് എത്താതെ അവിടെ വീട്ടിൽ വെച്ച് തന്നെ പ്രസവ ശുശ്രൂഷ നടത്താനുള്ള ശ്രമം നടത്തുകയും പിന്നീട് നവജാത ശിശു മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് ഇടുക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരി, ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.